ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഞാനിന്നൊരു ലോങ് വീഡിയോ ചെയ്തിടുന്നത്. അത് വേറൊന്നുമല്ല ഗൈസ്, നമ്മുടെ പൊന്മുടിക്ക് പോയൊരു വീഡിയോ ആണ്. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് പൊന്മുടിയിലോട്ടൊന്ന് പോകണമെന്ന്. അപ്പോൾ കറക്റ്റ് ഈ ഒരു മൺസൂൺ ടൈമിൽ പോയില്ലെങ്കിൽ പിന്നെ എന്താ എൻജോയ്മെൻ്റ് അല്ലേ. അപ്പോൾ മാക്സിമം നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവർക്കൊരു 1 ഡേ ട്രിപ്പായിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന മസ്റ്റ് പ്ലേസാണ് ഗൈസ് നമ്മുടെ പൊന്മുടി. അപ്പോഴത്തെ അവിടുത്തെ മഴയും മഞ്ഞും കോടയും ആ മലയും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നൊരു ബൈക്ക് റൈഡിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സൺഡേയ്സാണ് പോകുന്നത്. നോർമലി സൺഡേ അറിയാമല്ലോ നിങ്ങൾക്ക്, അവിടെ നല്ല തിരക്കായിരിക്കണം, ഒത്തിരി ആൾക്കാരായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീടിനടുത്താണ് ഈ പൊന്മുടി. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് നേരം ഡ്രൈവ് ചെയ്താൽ മതി. അപ്പോഴത്തെ നല്ല മഞ്ഞുണ്ടായിരുന്നു ഗായ്സ്. അപ്പോൾ ഞങ്ങൾ പോയി ഒരു ഉച്ച ടൈമിലാണ് പോകുന്നത്, 12 മണിക്ക്. ആ ടൈമിലെ ക്ലൈമറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. മഴ പെയ്ത് തോന്നുന്ന ആ ഒരു മഴ ഇടയ്ക്കുണ്ട്, പിന്നെ അതിനിടയ്ക്കൂടെ ഇതുപോലെ മഞ്ഞും ആ തേയിലത്തോട്ടത്തിനിടയ്ക്കുള്ളതും, പിന്നെ മഞ്ഞത്ത് നമ്മളൊരു ചായയൊക്കെ കുടിച്ച് ഇതുപോലെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് എൻജോയ് ചെയ്താട്ടോ പോയത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതായത് നമ്മൾ മാത്രമല്ല ഹാപ്പി, അവിടെ വരുന്ന ഓരോ ആൾക്കാരും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ്സാണ് അവർ എൻജോയ് ചെയ്യുന്നത്. അതായത് ഫാമിലീസായിട്ട് വരുന്നവർ, കുഞ്ഞുവാവയായിട്ട് വരുന്നവർ, പിന്നെ ഫ്രണ്ട്സായിട്ട് ചില്ലടിച്ച് വൈബ് ചെയ്യാൻ വരുന്നവർ, കപ്പിൾസ് കണ്ടോ, ഒരുപാട് പേര് വഴിയിൽ ഡാൻസൊക്കെ ചെയ്ത് അവരവരുടെ ലൈഫ് അങ്ങ് എൻജോയ് ചെയ്യുകയാണ്. അതായത് നമ്മൾ നമ്മുടെ ലൈഫിലുള്ള സ്ട്രെസ്സും നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഇറക്കി വയ്ക്കുന്നത് ഇതുപോലുള്ള ഓരോ ഡ്രൈവിലും ഓരോ ട്രിപ്പിലും കാര്യങ്ങളിലൊക്കെയാണല്ലോ. അപ്പോൾ ഒത്തിരിയും പേര് അവിടെ വരുന്നുണ്ട്, കാരണം തിരക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീഡിയോസിൽ. അപ്പോൾ ഞങ്ങൾ പോയ ടൈമിലും ഇത് കണക്കായിരുന്നു. പക്ഷേ എനിക്ക് പറയുന്നത്, നമ്മൾ ഒരു രാവിലെ ഉച്ച സമയത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് നമ്മൾ ബ്ലോക്കിൽ പെട്ടു പോകത്തില്ല. ഈവനിങ് ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുമാണ്. കാറിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് നേരം ബ്ലോക്കിൽ കൂടുതൽ കിടക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നേരെ ഒരു ബൈക്ക് റൈഡ് ആവാമല്ലോ എന്ന് വിചാരിച്ച് ഞാനും ഏട്ടനും കൂടി പോകുന്നത്. അപ്പം ഇതായിരുന്നു ഗൈസ് അവിടുത്തെ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ. അപ്പോൾ ഇത് ക്യാപ്ചർ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പോവാത്തവർക്ക്, അതായത് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടും, പിന്നെ ഇത് ഞങ്ങളുടെ തന്നെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത വീഡിയോ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മളിങ്ങനെ നടക്കണം. നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ വിഷമങ്ങളും കുറേ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന എല്ലാം നമ്മളങ്ങ് മറന്ന് സന്തോഷമായിട്ട് നമ്മുടെ കംഫർട്ട് സ്പേസിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ പോകുന്ന ഇടങ്ങളൊക്കെ നമുക്ക് ഓരോ കാഴ്ചകൾ സമ്മാനിക്കുന്നു, പിന്നെ കുറേ മെമ്മറീസും കാര്യങ്ങളും തരുന്നു. വീണ്ടും വീണ്ടും നമ്മളെ അവിടെ പോകാൻ വേണ്ടി നമുക്കൊരു പ്രേരണ വരുന്നെന്നൊക്കെ പറയില്ലേ, അതിതുപോലെയുള്ള കുറേ മെമ്മറീസ് ആയിരിക്കും. നമ്മൾ എൻജോയ് ചെയ്ത് ഞാൻ ഇത്രയും ചിൽ വൈബ് അടിച്ച് ഇങ്ങനെ ചാടിത്തുള്ളി നടക്കുന്നെങ്കിൽ അതെൻ്റെ കൂടെയുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലത്തെ ഞാൻ കാണുന്ന ഓരോ കാഴ്ചകളായിരിക്കാം. അപ്പോൾ നമ്മളെ ലൈഫ് നമ്മൾ അത്രയും എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഓരോ മൊമെൻറ്റ്സും നമ്മൾ ക്യാപ്ചർ ചെയ്തെടുക്കണം. കാരണം പിന്നീട് ഒരു സമയത്ത് നമുക്കതൊന്നുകൂടി കാണാൻ തോന്നുമ്പോഴത്തേന് നമുക്ക് തന്നെ അതിരുന്ന് കാണാമല്ലോ. ഇതുപോലെ നമ്മൾ പോയി ഹാപ്പി ആയിട്ട് ചില്ലടിച്ചിട്ടാണ് അന്ന് വന്നേ. കാരണം ഭയങ്കര ഒരു മെമ്മറി ആയിരുന്നു ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് അവിടെ പോയാൽ കിട്ടുക, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ എന്തായാലും ബസ്സിലോ അല്ലെങ്കിൽ കാറിലോ ബൈക്കിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് കണ്ടിട്ടൊക്കെ വരിക. ഇപ്പോഴാണ് ശരിക്കും ആ ഒരു മൺസൂൺ സമയത്താണ് ശരിക്കും പൊന്മുടിയുടെ ആ ഒരു സൗന്ദര്യവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ വേനൽ ടൈമിലും പോയിട്ടുണ്ട് അവിടെ, അപ്പോൾ ആ ഒരു കിട്ടാത്ത വൈബ് ഈ ഒരു മൺസൂൺ ടൈമിൽ നമുക്കവിടെ പോയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇത് അവിടോട്ട് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് നോർമൽ KSRTC ബസ് സർവീസ് ഉണ്ട്, അല്ലാതെ നമുക്ക് ഉല്ലാസയാത്ര എന്ന് പറഞ്ഞിട്ട് നോർമലി ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റുന്നതാണ്. പിന്നെ ഇതാണ് ഗൈസ് അവിടുത്തെ തിരക്കൊക്കെ. എന്താ പറയുക, കുറേ സമയം നമ്മളും ബ്ലോക്കിലൊക്കെ കിടന്നായിരുന്നു കേട്ടോ. പിന്നെന്തുവാ,
എല്ലാവരും ഒന്ന് പോയി മസ്റ്റ് ട്രൈ ആയിട്ട് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുക. ഈവനിങ് ടൈമിൽ ഞങ്ങളൊരു 4 o'clock ഒക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയായിരുന്നു, കാരണം ഇല്ലെങ്കിൽ ബ്ലോക്കിലായി പോകുമെന്നറിയാമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റല്ല അവിടെ നിന്ന് തിരിച്ച് വരുന്നത്, ഞങ്ങളൊരു ഉച്ചയ്ക്ക് പോയിട്ട് വൈകുന്നേരം കഴിഞ്ഞപ്പോഴത്തേനും ഇറങ്ങി. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഈ പൊന്മുടിയിലെ പോയ വ്ളോഗ്സ്. അപ്പോൾ എന്താ പറയുക, അത്രയും തിരക്കായിരുന്നു അവിടെ. ഇതാണ് നമ്മളവിടെ കണ്ട ബ്ലോക്കിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് എടുത്തത്. അപ്പോൾ പോകുന്നവരും എന്തായാലും ഇത് കണ്ടിട്ട് പോവുക. ഈവനിങ് ടൈമിലാണെങ്കിൽ അത്യാവശ്യം തിരക്കായിരിക്കും, അപ്പോൾ നിങ്ങളതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ആ സൈഡിലൊക്കെ കുറേ കടകളുണ്ട് കേട്ടോ, ഈ സൈഡിലേക്ക്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സ്ഥിരം ചായയും പിന്നെ എഗ് ഓംലേറ്റും നൂഡിൽസും പിന്നെ പഴംപൊരിയൊക്കെ കഴിക്കാറുള്ളത്. അത്യാവശ്യം നല്ലതാണ്, ഇതുപോലെ റേറ്റും ഉണ്ട് ഗൈസ്. പിന്നെ എന്തുവാ, അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഒത്തിരി നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് ഒരു ലോങ് വീഡിയോസ് ചെയ്തിടണമെന്ന്, പക്ഷേ അതിനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. അപ്പം ഇന്ന് എന്തായാലും വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ആയിട്ട് വരാം. സൺഡേയ്സ് അല്ലേ, അപ്പോൾ സൺഡേയ്സൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ ഈ വീഡിയോസ് കാണുന്നവരുണ്ട്, അവർക്ക് പൊന്മുടി പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോവുക. അടിപൊളി ചിൽ വൈബാണ് ഗൈസ്. പിന്നെ എൻ്റെ സൗണ്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊന്മുടി പോയിട്ട് നല്ലൊരു ജലദോഷമൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.